വിശുദ്ധ അന്തോണീസ് ഒരിക്കൽ പൂന്തോട്ടത്തിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വിശുദ്ധൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അന്തോണീച്ച എനിക്കൊന്ന് കുമ്പസാരിക്കണം. അന്തോണീച്ച പറഞ്ഞു, മോനെ ഞാനിങ്ങനെ വയർത്ത് നിൽക്കുക, ഞാനൊന്ന് കുളിച്ച് പെട്ടെന്ന് വരാം, നീ പള്ളിയിൽ കുമ്പസാരക്കൂടിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചൊരുങ്ങിക്കോ. അന്തോണീച്ചൻ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി സ്റ്റോളൊക്കെ ധരിച്ച് ഈ കുമ്പസാരക്കൂടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കുമ്പസാരക്കൂടിൻ്റെ അടുത്ത് ഇവനിങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അന്തോണീച്ചൻ ഈ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പം അന്തോണീച്ചനോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അന്തോണീച്ചൻ ഞാനാണ് കുറച്ച് മുമ്പ് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പം അന്തോണീച്ചൻ പറഞ്ഞു, എടാ ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് നിന്നോട്, നീ എന്താ ഇവിടെ? ഈ ചെറുപ്പക്കാരൻ ചുറ്റും നോക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. ഇപ്പം ചെറുപ്പക്കാരനോട് സംശയമായി, ദൈവമേ ഞാൻ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞ അച്ഛൻ അത്ര സുബോധമില്ലാത്ത മനുഷ്യനാണോ? അവൻ അവിടെ നിന്ന് പോകാനായിട്ട് ഇങ്ങനെ പരിശ്രമിക്കുമ്പോൾ അന്തോണീച്ചന് കാര്യം പിടികിട്ടി. അന്തോണീച്ചൻ അവനോട് പറയുന്നുണ്ട്, മോനെ ഞാൻ നിന്നോടല്ലടാ സംസാരിക്കുന്നത്, നിന്റെ അടുത്തൊരു പിശാച് നിൽക്കുന്നുണ്ട്, അവനോടാണ് ഞാൻ സംസാരിക്കുന്നത്. പിശാച് പിടിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പിശാചിന് മറുപടി പറയാതിരിക്കാൻ പറ്റിയില്ല. പിശാച് പറഞ്ഞു, അന്തോണീച്ച ഞാൻ ഇവന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞ കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കാൻ വന്നു. അന്തോണീച്ച ചോദിച്ചു, ഇവന്റെ അടുത്ത് നിന്ന് നീയോ? നീ എന്താ വാങ്ങിച്ചത്? അപ്പൊ അന്തോണീച്ചനോട് ഈ പിശാച് പറയുന്നുണ്ട്, കഴിഞ്ഞ കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഇവന്റെ പക്കൽ നിന്ന് നാണം, ലജ്ജ, അത് ഞാനിങ്ങൾ വാങ്ങിച്ചു. ഓരോ കുമ്പസാരത്തിന് വരുമ്പോഴും ഞാനത് അവന് കൊടുക്കും. കുമ്പസാരം കഴിയുമ്പോൾ ഞാനത് തിരിച്ചു വരും. അതുകൊണ്ട് കുമ്പസാരക്കൂട്ടിൽ അവന് ഭയങ്കര നാണം. അതുകൊണ്ട് ഒന്നും പറയത്തില്ല. കുമ്പസാരത്തിന്റെ പവിത്രതയെ നശിപ്പിക്കാൻ വേണ്ടി പിശാചിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പുരോഹിതനായ അന്തോണീച്ചൻ തന്റെ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിശാചിനെ അവിടെ നാട്ടിപ്പായിച്ചുകൊണ്ട് പൗരോഹിത്യത്തിന്റെ വിശുദ്ധിയിലൂടെ കുമ്പസാരത്തിന്റെ കൃപ പൂർണ്ണമായും ആ ചെറുപ്പക്കാരന് പകർന്നു നൽകിക്കൊണ്ട് ആ ചെറുപ്പക്കാരന് ദൈവാലയത്തിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ഈ സംഭവം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കുമ്പസാരക്കൂട്ടിലെ ക്രിസ്തുവിനെ പ്രണയിക്കാതെ ദിവ്യകാരുണ്യത്തിലെ ഈശോയെ ഒന്ന് നോക്കാൻ പോലും നമുക്ക് സാധിക്കും. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, കുമ്പസാരക്കൂട്ടിൽ നാണമില്ലാതെ കുമ്പസാരിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ വീട്ടിലും നാട്ടിലും തെല്ലൊരു അഭിമാനത്തോടു കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റൂ.